Hi friends, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സ്പ്രെഡിയൻ ടെക്നോളജീസ് എന്ന കമ്പനി കണ്ടക്ട് ചെയ്യുന്ന ഒരു ഹാക്കത്തോണിനെ പറ്റിയിട്ടാണ്. ബേസിക്കലി എന്താണ് ഒരു ഹാക്കത്തോൺ അല്ലെങ്കിൽ ഹാക്കത്തോണിനെ പറ്റി വലിയ ധാരണയൊന്നും ഇല്ല എങ്കിൽ ഞാൻ ആക്ച്വലി അതിനെ പറ്റിയിട്ടുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. സോ അത് ഞാൻ ആക്ച്വലി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ അത് കണ്ടതിന് ശേഷം മാത്രം നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ടിന്യൂ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ഹാക്കത്തോണിൻ്റെ പേരെന്ന് പറയുന്നത് സ്പ്രെഡിയൻ 1 AI ഹാക്കത്തോൺ 2025 എന്ന് പറയുന്ന ഹാക്കത്തോണാണ്. അതുപോലെ തന്നെ ഏകദേശം 12 അവർ നീണ്ടുനിൽക്കുന്ന ഒരു ഹാക്കത്തോണാണ്. ആൻഡ് ഈ ഡീറ്റെയിൽ നോക്കുകയാണെങ്കിൽ ബേസിക്കലി ട്രിവാൻഡ്രത്ത് വെച്ചിട്ടാണ് ഈ ഹാക്കത്തോൺ കണ്ടക്ട് ചെയ്യുന്നത്. ജൂലൈ 5 നടക്കുന്നത്. ആൻഡ് ഒരു 12 അവർ ഹാക്കത്തോണായിട്ടാണ് ആക്ച്വലി വരുന്നത്. ആൻഡ് ഏകദേശം 20 ടീംസാണ് വരുന്നത്. ഓക്കെ, ആൻഡ് ഇനി നമ്മളിതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഹാക്കത്തോൺ ബേസിക്കലി കോളേജ് സ്റ്റുഡൻസിനും പങ്കെടുക്കാം, അതുപോലെ തന്നെ ഒരു ഏർലി സ്റ്റാർട്ടപ്പ് ഫേസ് നിൽക്കുന്ന ഇൻഡിവിജ്വൽസിനും ആക്ച്വലി പങ്കെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഹാക്കത്തോണിൽ ബേസിക്കലി 2 കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് പങ്കെടുക്കാം. ഒന്നാമത്തെ കോളേജ് സ്റ്റുഡൻസ്, അതുപോലെ തന്നെ ഏർലി സ്റ്റാർട്ടപ്പ് ഒക്കെ തുടങ്ങിയിട്ടുള്ള ഒരു ആൾക്കും ആക്ച്വലി ഈ ഒരു ഹാക്കത്തോണിൽ പങ്കെടുക്കാം. ഓക്കെ, ആൻഡ് ദെൻ നമ്മൾ കോളേജ് സ്റ്റുഡൻസിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ എല്ലാ കോളേജിലെ സ്റ്റുഡൻസിലും അല്ലെങ്കിൽ എല്ലാ രീതിയിലുള്ള സ്റ്റുഡൻസിൻ്റെ ഇതിൽ പങ്കെടുക്കാൻ പറ്റില്ല. കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് പറയുന്നുണ്ട്. സോ അത് നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാവരും അതായത് ഇതിൽ പങ്കെടുക്കാൻ പോകുന്ന കോളേജ് സ്റ്റുഡൻറ്റ് എന്ന് പറയുന്നത് ഒരു അണ്ടർ ഗ്രാജുവേറ്റ് അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ഒരു വിദ്യാർത്ഥി ആയിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ ആക്ച്വലി പാസ് ഔട്ട് ആവുന്ന ഇയർ എന്ന് പറഞ്ഞാൽ 2026 പാസ് ഔട്ട് ആവുന്ന സ്റ്റുഡൻസ് ആയിരിക്കണം. അതുപോലെ തന്നെ ഈ പറയുന്ന അതായത് കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലോ അല്ലെങ്കിൽ മെഷീൻ ലേണിങ്ങിലോ കോഴ്സ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മാത്രമേ ഈ പറയുന്ന ഹാക്കത്തോണിൽ പങ്കെടുക്കാനായിട്ട് പറ്റുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഹാക്കത്തോണിലേക്ക് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആക്ച്വലി ഒരു ബോണിഫൈഡ് സർട്ടിഫിക്കറ്റ് വേണം. അപ്പോൾ ഈ ബോണിഫൈഡ് സർട്ടിഫിക്കറ്റ് നമ്മൾ സബ്മിറ്റ് ചെയ്യണം. ഒന്നെങ്കിൽ ബോണിഫൈഡ് സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ ഒരു ലെറ്ററോ നമ്മൾ പ്രിൻസിപ്പലിൽ നിന്ന് ആക്ച്വലി എഴുതി പിടിക്കേണ്ടതാണ്. സോ ആ ലെറ്ററിൽ എന്താ പറയേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്നൊരു പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുണ്ട്, അതുപോലെ പാസിംഗ് ഇയർ എന്ന് പറഞ്ഞാൽ 2026 ആണ്. ആൻഡ് AI ML കോഴ്സിലാണ് നമ്മൾ സ്റ്റഡി ചെയ്യണവരുടെ കാര്യത്തെ പറ്റിയുള്ള ഒരു കാര്യം നമ്മൾ ആ പറയുന്ന ലെറ്ററിൽ ആക്ച്വലി കൊടുക്കേണ്ടതാണ്. അതാണ് ആക്ച്വലി വെരിഫിക്കേഷൻ പ്രോസസ്സിന് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഈ പറയുന്ന പോലെ തന്നെ 18 വയസ്സിന് മേലുള്ള വിദ്യാർത്ഥികളും ആയിരിക്കണം. ആൻഡ് ഇനി നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ പറയുന്ന ബോണിഫൈഡ് സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ ഈ പറയുന്ന ലെറ്ററോ നമ്മളവിടെ ഹാക്കത്തോണിന് പോകുന്ന സമയത്ത് നമ്മൾ ഈ പറയുന്ന കാര്യം കയ്യിൽ കരുതേണ്ടതാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ബേസിക്കലി ഒരു സ്റ്റുഡൻറ്റ് എന്ന രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേയധികം കാര്യങ്ങൾ. ഓക്കെ, ആൻഡ് ദെൻ നമ്മളിനി ഒരു സ്റ്റാർട്ടപ്പ് ഫേസിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഈ സ്റ്റാർട്ടപ്പ് ഫേസിൻ്റെ കേസിൻ്റെ അകത്ത് നമുക്ക് ആക്ച്വലി ഒരു പിച്ച് ഡെക്ക് അല്ലെങ്കിൽ ഒരു ഡെക്ക്, ഒരു ഡീറ്റെയിൽഡ് ഡെക്ക്, അതായത് നമ്മുടെ കമ്പനി ഏതാണ്, നമ്മുടെ കമ്പനി പ്രൊഫൈൽസ് ഉള്ള കാര്യത്തെ പറ്റി ഡീറ്റെയിൽഡ് ഡെക്ക് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ആ ഒരു കാര്യമായിരിക്കും വെരിഫിക്കേഷൻ പ്രോസസ്സിനായിട്ട് യൂസ് ചെയ്യുന്നത്. ആൻഡ് കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഈ പറയുന്ന ഹാക്കത്തോണിൽ നമുക്ക് അക്സെപ്റ്റൻസ് ഉണ്ടാവുള്ളൂ. സോ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. സോ ഈ പറയുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ടിരുന്ന് വായിക്കണം. കാര്യം അതിനുശേഷം മാത്രമേ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു ഹാക്കത്തോൺ ആണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റുമോ ഇല്ലെന്നുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റുള്ളൂ. സോ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ഹാക്കത്തോണിൽ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഹാക്കത്തോൺ ആണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും പോവുക ആൻഡ് നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക ആൻഡ് പ്രൈസ് അടിക്കുക. ആൻഡ് ബൈ.